എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു പോളിഷ് സിനിമയാണ്. ഒരു കോമഡി ഇൻവെസ്റ്റിഗേഷൻ മൂവി. സിനിമയുടെ പേര് ദ ഇൻ ഫോർ മർഡേഴ്സ്. പോഡ്കോവ എന്ന് പറഞ്ഞൊരു ചെറിയ ടൗണിൽ നടക്കുന്ന ഒരു സംഭവം. ഈ സിനിമയുടെ തുടക്കം കാണിക്കുന്നത് ഒരു പെൺകുട്ടി ഡബ്ല്യു എന്ന ലെറ്ററുള്ള ഒരു പെൻഡന്റ് കഴുത്തിലിടുന്നതാണ്. അവിടെ നിന്ന് കട്ട് ചെയ്ത് പിന്നെ കാണിക്കുന്നത് ഈ സിനിമയിലെ നായിക മഗ്ധയാണ്. ആളൊരു ഹൗസ് വൈഫാണ്. ക്രൈം നോവൽസിൻ്റെ വലിയൊരു ആരാധികയാണ്. ഹസ്ബൻഡ് തോമസും 2 കുട്ടികളുമായിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി ഒരു ഹാപ്പി ലൈഫ്. രാവിലെ സാധനങ്ങളൊക്കെ മേടിച്ച് സൈക്കിളൊക്കെ ചവിട്ടി വീട്ടിലേക്ക് പോവാണ്. പോകുന്ന വഴി കാണുന്നവരെല്ലാം ഹായ് പറഞ്ഞിട്ടാണ് പോകുന്നത്. ഇതൊരു ചെറിയ ടൗൺ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും പരസ്പരം അറിയാം. കുട്ടികളെ ഹസ്ബൻഡിനെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. ഇപ്പം മഗധയെ കണ്ട വഴി കുട്ടികൾ ഓടി ചെല്ലുന്നുണ്ട്. ഈ മഗധയുടെ ഹസ്ബൻഡ് തോമസ് ഒരു പ്രത്യേക നേച്ചറാണ്. ഒരു സെൽഫിഷ് ക്യാരക്ടറാണ്. കുട്ടികളോടാണെങ്കിലും വലിയ സ്നേഹത്തോടെ ഒന്നുമല്ല, എപ്പോഴും സ്ട്രിക്റ്റ് ആണ്. തോമസ് പറഞ്ഞിട്ടാണ് മഗധ ജോലി വേണ്ടാന്ന് വെച്ച് കുട്ടികളെ നോക്കിയിരിക്കുന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മഗധ പറയും, നാളെ പള്ളിയിൽ പോയിട്ട് നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ? കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമാവും. പക്ഷെ തോമസിന് അത് ഇഷ്ടാവില്ല. എന്നിട്ട് പറയും, എന്തെങ്കിലും നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് എന്നോടും കൂടി ചോദിക്കണം. നാളെ എനിക്ക് സെറൻസ്കിയുടെ വീട്ടിൽ ഒരു ടെന്നീസ് മാച്ച് ഉള്ളതാണ്. സെറൻസ്കി ആ നാട്ടിലെ ഒരു വെൽത്തി ബിസിനസ് മാൻ ആണ്. അപ്പം മഗധ ചോദിക്കുന്നുണ്ട്, അതിന് അയാൾ കളിക്കുമോ? അപ്പോൾ തോമസ് പറയും, അയാളല്ല, അയാളുടെ ഭാര്യയുടെ കൂടെയാണ് മാച്ച് ഉള്ളത്. അപ്പോൾ മഗധ പറയും, എനിക്കറിയാം, അയാളുടെ പുതിയ ഭാര്യയല്ലേ, എനിക്ക് അവരെ ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ തോമസ് ആണെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കുന്നത്. അത് കഴിഞ്ഞ് രാത്രി മഗധ വീട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ തോമസിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു പെർഫ്യൂം മേടിച്ചതിന്റെ റെസിപ്റ്റ് കിട്ടാണ്. നോക്കുമ്പോൾ ഒരു എക്സ്പെൻസീവായ പെർഫ്യൂമിൻ്റെയാണ്. മഗധയ്ക്ക് ഭയങ്കര സന്തോഷമാകും. തോമസ് തനിക്ക് സർപ്രൈസ് തരാൻ വേണ്ടി മേടിച്ചാണെന്നാണ് ഓർത്തത്. റെസിപ്റ്റ് മിണ്ടാതെ പോക്കറ്റിൽ തന്നെ വയ്ക്കും. എന്നിട്ട് തോമസിനോട് പറയും, ഞാൻ പട്ടിയെ കൊണ്ടുവന്ന് വാക്കിങ്ങിന് പോയിട്ട് വരാമെന്നും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാണ്. തോമസ് ആരോട് ഫോണിൽ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. മഗധയ്ക്ക് ഒരു കൂട്ടുകാരിയുണ്ട്, എൽക്കയെ വിളിച്ചിട്ട് പറയാണ്, തോമസ് എനിക്ക് തരാനായിട്ടൊരു ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ട്, ഒരു പെർഫ്യൂം. അപ്പോൾ എൽക്കോ പറയും, അത് വല്ല ഫ്രീ സാമ്പിൾ ആയിരിക്കും. മഗധ പറയും, അല്ല, അത് എക്സ്പെൻസീവ് ആയിട്ടുള്ളതാണ്. എന്നാൽ പിന്നെ അത് നിനക്കുള്ളതായിരിക്കില്ല. അയാൾ നിനക്ക് എന്തെങ്കിലും മേടിച്ച് തന്നിട്ട് എത്ര നാളായി? പാവം, വലിയ കാര്യത്തിനൊരു സന്തോഷ വർത്താനം പറയാൻ വിളിച്ചതാ. മഗധയുടെ ഫ്രണ്ട്സിന് തോമസിന് ഒട്ടും ഇഷ്ടമല്ല. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാർക്കിൻ്റെ അവിടെ നിന്ന് പട്ടിയുടെ നിർത്താതെയുള്ള കൊര കേൾക്കാണ്. ഫോൺ കട്ട് ചെയ്തിട്ട് പിന്നെ വിളിക്കാമെന്നും പറഞ്ഞ് മഗധ അവിടെ ചെന്ന് നോക്കുമ്പോൾ ഒരു പെൺകുട്ടിയുടെ ഡെഡ് ബോഡി പാർക്കിൽ കിടക്കാണ്. അപ്പോൾ തന്നെ പോലീസിനെ വിളിക്കും. കുറച്ച് കഴിയുമ്പോഴേക്കും പോലീസുകാർ വരാണ്. അപ്പോൾ അവിടുത്തെ ഇൻസ്പെക്ടർ മഗധയുടെ ഫ്രണ്ട് എൽക്കയുടെ ബ്രദറാണ്, ജെയ്സൺ. മഗധ കണ്ടപ്പോൾ അയാൾ ചോദിക്കും, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അപ്പോൾ മഗധ പറയില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് പറയും, നമ്മുടെ ഈ സ്ഥലത്ത് നടക്കുന്ന ആദ്യത്തെ കൊലപാതകമാണ്. അപ്പോൾ ജെയ്സൺ ചോദിക്കും, നിനക്ക് ഇവളെ അറിയാമോ? മഗധ പറയും, നമ്മുടെ ഇവിടെയുള്ള ആളായിട്ട് തോന്നണില്ല. ഈ ഡ്രസ്സ് കണ്ടിട്ട് ഏതോ പാർട്ടിക്ക് പോയിട്ട് വരുന്നതായിട്ടാണ് തോന്നണേ. ഞാൻ വരുന്നതിന് തൊട്ട് മുൻപാ മരിച്ചതെന്ന് തോന്നുന്നു. കാരണം ഞാൻ വരുമ്പോഴും ബ്ലഡ് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ സ്വന്തം കണ്ടുപിടുത്തങ്ങൾ അങ്ങോട്ട് പറയാണ്, എൻ്റെ ഊഹം ശരിയാണെങ്കിൽ മരിച്ചത് ഏതാണ്ട് 10:30 അടുത്തായിരിക്കും. ഇതൊക്കെ നിനക്ക് എങ്ങനെ അറിയാം? മഗധ പറയുന്നത്, ഞാനേ അഗത ക്രിസ്റ്റിയുടെ ക്രൈം നോവൽ വായിക്കുന്ന ആളാണ്. അതുകൊണ്ട് എനിക്കെല്ലാം കറക്റ്റായിട്ട് അറിയാം. ഞാനിവിടെ എത്തുന്നതിന് മുമ്പ് സ്റ്റെഫാൻ ഇതിൽ പോകുന്നത് കണ്ടു. സ്റ്റെഫാൻ അവിടെയുള്ള ഒരു ലോക്കലായിട്ടുള്ള ആളാണ്. ഫുൾ ടൈം ആൽക്കഹോളിക്കാണ്. പിറ്റേ ദിവസം പള്ളിയിലെ പരിപാടിയൊക്കെ കഴിഞ്ഞിറങ്ങുമ്പോൾ എല്ലാവരും മഗധ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പം മോൻ ചോദിക്കുന്നുണ്ട്, അമ്മ ഇപ്പോൾ ഭയങ്കര ഫേമസ് ആയല്ലോ. തലേ ദിവസത്തെ കൊലപാതകം ന്യൂസിൽ കാണിച്ചിരുന്നു. അപ്പോൾ മഗധയുടെ ഫോട്ടോയും കാണിച്ചിരുന്നു. ഇങ്ങനെ മഗധയാണ് ആദ്യം കണ്ടത്, പോലീസിനെ വിളിച്ചതെന്നൊക്കെ. അങ്ങനെ നടന്നു വരുമ്പോഴാണ് മഗധയുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു, വെറോണിക്ക. അവളുടെ പാരൻസിനെ കാണും. മഗധ വേഗം തന്നെ അവരുടെ അടുത്തേക്ക് ചെല്ലാണ്. മഗധയുടെ കഴുത്തിൽ എം എന്ന് എഴുതിയ ഒരു പെൻഡന്റ് ഉണ്ട്. വെറോണിക്കയുടെ അമ്മ ചോദിക്കും, നീ ഇപ്പോഴും ഇത് ഇടാറുണ്ടോ? വെറോണിക്കയുടെ കയ്യിൽ ഇതുപോലത്തെ ഒരെണ്ണം ഉണ്ടായിരുന്നു. എന്നിട്ട് പറയും, ഇടയ്ക്ക് നീ വീട്ടിലേക്കൊക്കെ വരണം. അപ്പോൾ വെറോണിക്കയുടെ അച്ഛൻ പറയും, ഇത്രയും നാളായിട്ട് അവൾ വന്നിട്ടില്ല, പിന്നെയാണോ ഇനി വരാൻ പോണത്? മഗധ പറയില്ല, തീർച്ചയായിട്ടും ഒരു ദിവസം ഞാൻ ഇറങ്ങാം. അത് കഴിഞ്ഞ് എല്ലാവരും കൂടി ഐസ്ക്രീം കഴിക്കാനായിട്ട് ഷോപ്പിലേക്ക് പോവാണ്. അവിടെ വെച്ച് മോൻ ചോദിക്കും, നമ്മൾ പള്ളിയിൽ വെച്ച് കണ്ടത് ആരെയാണ്? മഗധ പറയും, അത് വെറോണിക്കയുടെ പാരൻസ് ആണ്. അത് അമ്മയുടെ മരിച്ചുപോയ കൂട്ടുകാരിയുടെ പാരൻസ് ആണോ? മഗധ പറയും, അവൾ മരിച്ചിട്ടില്ല, അവളെ കാണാനില്ല, എവിടെയാണെന്ന് ആർക്കും അറിയില്ല. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡോക്ടർ വാൽസാക്ക് വരാണ്. ആളൊരു വെറ്റിനറി ഡോക്ടറാണ്. ആൾക്ക് മഗധനെ ഭയങ്കര ഇഷ്ടമാണ്. മഗധയെ കണ്ടതും ആൾക്ക് ഭയങ്കര സന്തോഷവും. മഗധ ഡോക്ടറെ തോമസിന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഇത് ഡോക്ടർ വാൽസാക്ക്, ഇവരുടെ ക്ലിനിക്കിലാണ് ഞാൻ പട്ടിയെ കൊണ്ട് പോവാറുള്ളതെന്ന്. അപ്പോൾ ഡോക്ടർ ചോദിക്കും മഗധയുടെ അടുത്ത്, ക്ലിനിക്കിൽ ഒരു പാർട്ട് ടൈം ജോലിക്ക് താല്പര്യമുണ്ടോയെന്ന്. ഇതിനു മുൻപ് മഗധ വേറൊരു വെറ്റിനറി ക്ലിനിക്കിൽ ജോലി ചെയ്തിട്ടുണ്ട്, അത് ഡോക്ടർക്ക് അറിയാം. അപ്പോൾ പെട്ടെന്ന് തോമസ് പറയും, ഇല്ല, ഞങ്ങൾ ജോലിയൊന്നും ഇപ്പോൾ നോക്കുന്നില്ല, ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചതാണ്. കുട്ടികൾ വലുതാവുന്നതുവരെ മഗധ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കി നിൽക്കുന്നു. മഗധയ്ക്ക് കുറച്ച് സങ്കടമാവും, എന്നാലും അതെ അതെ എന്ന് പറയും. ഡോക്ടർ പക്ഷേ തോമസിനെ മൈൻഡ് ചെയ്യണില്ല. മകനെ തന്നെ നോക്കിയെന്ന് ചോദിക്കുകയാണ്, എൻ്റെ ഈ ഓഫർ എപ്പോഴും ഉണ്ടാകും എന്നും പറഞ്ഞ് കുട്ടികളുടെ കല്യാണം വരെയൊന്നും ഞാൻ നോക്കിയിരിക്കില്ല.
മഗധയ്ക്ക് ആ തമാശ ഭയങ്കര ഇഷ്ടം. ആൾ പൊട്ടിച്ചിരിക്കുകയാണ്. ഡോക്ടർ അവിടെ നിന്ന് പോകും. തോമസിനാണ് ഇത് ഒട്ടും ഇഷ്ടമായില്ല. വഴക്ക് പറയാണ്, ഇത്ര ചിരിക്കാനായിട്ട് എന്താ ഉള്ളത്? മഗധയും ഡോക്ടർ ഇങ്ങനെ പോണത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് റോഡിൽ ഒരാളുടെ പോസ്റ്റർ ഒട്ടിച്ചേക്കണ കാണുന്നത്, റോബർട്ട് മസൂർ സൈക്കിക് തെറാപ്പിസ്റ്റ് എന്ന് പറഞ്ഞ്. അപ്പോൾ മഗധ ഒരു പഴയ സംഭവം ഓർക്കാണ്. ഈ റോബർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ചില സ്വാമിമാരില്ലേ, ആൾക്കാരുടെ എന്ത് പ്രശ്നങ്ങളും പരിഹരിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരാൾ അവിടുത്തെ. അന്ന് വെറോണിക്കയെ കാണാതായ സമയത്ത് മഗധ ഇയാളുടെ അടുത്ത് ചെന്നിരുന്നു, അവളെ കണ്ടുപിടിക്കാൻ സഹായം ചോദിച്ച്. അന്ന് പൈസ കൊടുത്തത് കുറവാണെന്നും പറഞ്ഞ് ഇയാൾ മഗധയെ സഹായിക്കാതെ തിരിച്ചു വിട്ടു. ആ സംഭവം ഇങ്ങനെ ഓർക്കാണ്. ഇവിടെ നിന്ന് നേരെ ഇവർ സെറൻസ്കിയുടെ വീട്ടിലേക്കാണ് ചെല്ലുന്നത്. സെറൻസ്കി ആ നാട്ടിലെ ഒരു വെൽത്തി ബിസിനസ് ആണ്. ഇയാൾ കുറച്ച് ഏജ് ആയിട്ടുള്ള ആളാണ്. പുതുതായിട്ട് ഇപ്പോഴാണ് ഒരു കല്യാണം കഴിച്ചത്, അതും പ്രായം കുറഞ്ഞൊരു പെങ്കൊച്ചിന്. ഇയാളുടെ ഭാര്യയും തോമസും കൂടിയാണ് ടെന്നീസ് കളിക്കണത്. അപ്പോൾ മഗധയും പിള്ളേരും ഇവരുടെ കളി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സെറൻസ്കിയും ഇതൊക്കെ കാണുന്നുണ്ട്. അയാൾക്ക് ഒട്ടും ഇഷ്ടമാണില്ല. കളിയൊക്കെ കഴിഞ്ഞ് സെറൻസ്കിയുടെ അടുത്തേക്ക് ചെല്ലാണ് ഇവർ. അപ്പോൾ തോമസ് ആണെങ്കിൽ ഇയാളുടെ ഭാര്യയുടെ പേര് സൂസി എന്നാണ്. സൂസി ഇങ്ങനെ ഭയങ്കരമായിട്ട് പൊക്കി പറയാണ്, സൂസി ഭയങ്കര പ്രൊഫഷണലിനെ പോലെയാണ് കളിക്കണേന്നൊക്കെ. സൂസി പറയും, ഇന്നലെ നടന്ന പാർട്ടി അത് അടിപൊളിയായിരുന്നു, എന്തോ ഒരു സെലിബ്രിറ്റീസാണ് വന്നത്, അതിൻ്റെ ഫോട്ടോസ് എല്ലാം എൻ്റെ കയ്യിലുണ്ട്, ഞാൻ കാണിച്ചു തരാമെന്ന്. തോമസ് ആണെങ്കിൽ ഇത് കേൾക്കാൻ നോക്കിയിരിക്കായിരുന്നു. പറയാണ്, ഒരു കാര്യം ചെയ്യാം, രാത്രി നിങ്ങൾ എൻ്റെ വീട്ടിൽ ഡിന്നർ കഴിക്കാൻ വാ. അപ്പോൾ സെറൻസ്കി പറയും, ഇല്ല, ഞങ്ങൾ ഇന്ന് വരണില്ല, ഇന്നലത്തെ പാർട്ടി കാരണം ഞാൻ ഭയങ്കര ടയേർഡാണ്. അപ്പോഴേക്കും മഗധ അവിടേക്ക് വരാണ്. അപ്പോൾ തോമസ് പറയും, ഇതെൻ്റെ വൈഫ് മഗധാന്ന്. ഇന്നലെ ഞങ്ങൾ ശരിക്കും ഉറങ്ങിയില്ല. ഇന്നലെ ഇവളാണ് ആ പാർക്കിൽ ഡെഡ് ബോഡി, ആ പെൺകുട്ടിയുടെ ഡെഡ് ബോഡി കണ്ടത്. ഇത് കേട്ടതും സെറൻസ്കി മഗധ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കാണ്. എന്നിട്ട് തോമസിനോട് ചോദിക്കും, രാത്രി എപ്പോഴാണ് ഞങ്ങൾ വരണ്ടേന്ന്. പിന്നെ രാത്രിയാണ് കാണിക്കുന്നത്. തോമസിന്റെ വീട്ടിൽ ഫുഡൊക്കെ കഴിച്ച് അവർ പാർട്ടിയിലെ ഫോട്ടോസൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അടുത്ത സെനറ്ററായിട്ട് മത്സരിക്കാൻ പോകുന്ന ബ്രൂണോ സിലിഗയുടെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു ഇന്നലെ പാർട്ടി നടന്നത്. അയാൾ കാൻഡിഡേറ്റ് ആയിട്ട് നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പുള്ള പാർട്ടി. ഇതിനിടയിൽ സെറൻസ്കി ഇന്നലെ നടന്ന കാര്യം ചോദിക്കുന്നുണ്ട് മഗധയുടെ അടുത്ത്. അപ്പോൾ മഗധ പറയും, ഞാൻ ഇന്നലെ ഇങ്ങനെ പട്ടിയെ കൊണ്ട് പാർക്കിൽ പോയപ്പോൾ അവിടെ ഇങ്ങനെ ബോഡി കണ്ടതാന്നൊക്കെ പറയും. അപ്പോൾ അയാൾ ചോദിക്കും, അവിടെ ക്യാമറയൊന്നും ഇല്ലേന്ന്. അപ്പോൾ മഗധ പറയും, അവിടെയുണ്ട്, പക്ഷേ ഈ ബോഡി കിടന്ന ആ പരിസരത്തായിട്ട് ക്യാമറയില്ല, അത് കവർ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ സെറൻസ്കി ചോദിക്കുന്നുണ്ട്, നീ ആളെ കണ്ടോന്ന്. അപ്പോൾ മഗധ പറയും, ഇല്ല. ആ ഫോട്ടോസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഫോട്ടോ കാണുമ്പോൾ മഗധ പറയും, ഈ പെൺകുട്ടിയാണ് ഇന്നലെ പാർക്കിൽ കൊല്ലപ്പെട്ടത്, ഞാൻ ഇപ്പം തന്നെ ജെയ്സനെ വിളിച്ച് പറയട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവാണ്. അപ്പോൾ സെറൻസ്കി ചോദിക്കും, ആരാ ഈ ജെയ്സൺ? അപ്പോൾ തോമസ് പറയും, അത് മഗധയുടെ ഫ്രണ്ട് എൽക്കയുടെ ബ്രദറാണ്, ഇവിടുത്തെ പോലീസ് ഇൻസ്പെക്ടറാണ്, ഇവിടെ അടുത്താ താമസിക്കുന്നത്, ഇപ്പം തന്നെ വരുമായിരിക്കും. സെറൻസ്കി എന്തോ ഒരു അസ്വസ്ഥത പോലെ. ഫോണൊക്കെ കഴിഞ്ഞ് മഗധ തിരിച്ചു വരുമ്പോൾ അവരവിടെ നിന്ന് പോയിരുന്നു. തോമസ് കുറേ വഴക്ക് പറയും, നിൻ്റെ ഓരോ സ്റ്റോറീസ് കാരണമാണ് അവർ പോയത്, ഞാനിവിടെ ഒരു ബിസിനസ് സംസാരിക്കാനിരിക്കുമായിരുന്നു, അവരാണെങ്കിൽ ആ ഫോട്ടോസ് പോലും കൊണ്ടുപോയില്ല. തോമസ് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് എണീറ്റ് പോവാണ്. മഗധ ആ ഫോട്ടോയിലേക്ക് സൂക്ഷിച്ചു നോക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ കഴുത്തിൽ ഡബ്ല്യു എന്ന് എഴുതിയ പെൻഡൻറ്റ് കാണാനാണ്. അതേപോലത്തെ ഒരെണ്ണം വെറോണിക്കയ്ക്കും ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ തന്നെ ജെയ്സന്റെ അടുത്തേക്ക് ചെല്ലാണ്. കയ്യിലിരുന്ന ഫോട്ടോ കാണിച്ചിട്ട് പറയും, കണ്ടോ, ഇത് ഞാനും വെറോണിക്കയും അന്ന് എക്സിബിഷന് പോയപ്പോൾ എടുത്തതാണ്. ഈ ലോക്കറ്റ് ആ മരിച്ച പെൺകുട്ടിയുടെ കഴുത്തിലുണ്ട്. അവൾ ഇന്നലെ അടുത്ത സെനറ്റർ ആവാൻ പോകുന്ന ബ്രൂണോ നടത്തിയ പാർട്ടിക്ക് വന്നിരുന്നു. നമുക്ക് അവരുടെ ഗസ്റ്റ് ലിസ്റ്റ് ഒന്ന് പരിശോധിച്ചാലോ, അപ്പോൾ ഈ മരിച്ച പെൺകുട്ടി ആരാണെന്ന് മനസ്സിലാവും. ജെയ്സൺ പറയും, ഇതൊക്കെ പോലീസിൻ്റെ ജോലിയാണ്, അത് ഞങ്ങൾ നോക്കിക്കോളാം. മഗധ പറയും, ഇല്ല, എനിക്കറിയണം, ഇത് വെറോണിക്കയുടെ നെക്ലേസ് ആണ്, അതെങ്ങനെ ആ പെൺകുട്ടിയുടെ കഴുത്തിൽ വന്നു എന്ന്. ഞാൻ പ്രസൻറ്റ് കൊടുത്തതാണ് വെറോണിക്കയ്ക്ക്, അങ്ങനെയാണെങ്കിൽ നമുക്ക് വെറോണിക്കയെ കണ്ടുപിടിക്കാൻ സാധിച്ചാലോ? ജെയ്സൺ പറയും, ഇത് നെക്ലേസ് കണ്ടുപിടിക്കാനുള്ള ഇൻവെസ്റ്റിഗേഷൻ ഒന്നല്ല, ഇതൊരു മർഡർ ഇൻവെസ്റ്റിഗേഷനാണ്. 15 വർഷങ്ങൾക്ക് മുമ്പ് അവൾ നാട് വിട്ടു പോയതാണ്. മഗധ പറയുന്നുണ്ട്, അവൾ എന്നെ തനിച്ചാക്കി അങ്ങനെ പോവില്ല. ദേഷ്യമെന്ന ജെയ്സൺ പറയും, എന്നാൽ പിന്നെ നീ ആയിരിക്കും അവളെ തനിച്ചാക്കിയത്. മഗധയ്ക്ക് സങ്കടം വരും. ആൾ അവിടെ നിന്ന് പോകാണ്. അപ്പോൾ പോകുന്ന വഴി മഗധ ആലോചിക്കുന്നുണ്ട്, പണ്ട് എക്സിബിഷന് പോയപ്പോൾ 2 പേരും ഇതേപോലെ ആൽഫബറ്റ് എഴുതിയ പെൻഡൻറ്റ് മേടിച്ചിട്ട് പരസ്പരം ഇടിക്കുന്നത്. ഒരാൾ ഡബ്ല്യു എന്നുള്ള ആ പെൻഡൻറ്റും മറ്റേ ആൾ എം എന്ന് എഴുതിയ പെൻഡൻറ്റും. 2 പേരും ഒരുമിച്ച് സ്പെൻഡ് ചെയ്ത സമയമൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ്. അത് കഴിഞ്ഞ് മഗധ നേരെ പോണത് എൽക്കയുടെ അടുത്തേക്കാണ്. അപ്പം മഗധ കണ്ട വഴി എൽക്ക ചോദിക്കുന്നുണ്ട്, പെർഫ്യൂം കിട്ടിയോ? മഗധ പറയില്ല. അപ്പം എൽക്ക പറയുന്നുണ്ട്, ഞാൻ അപ്പോഴേ പറഞ്ഞതില്ല, അയാളത് വേറെ ആർക്കോ വേണ്ടി മേടിച്ചതാണ്. മഗധ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്താ തോമസിനോട് ഇത്ര ദേഷ്യം? ആ മരിച്ച പെൺകുട്ടിയുടെ കഴുത്തിൽ ഈ നെക്ലേസ് കണ്ട കാര്യമൊക്കെ എൽക്കോട് പറയും. എന്നിട്ട് ചോദിക്കും, ഈ പോഡ്കാവയിൽ ഇതുപോലത്തെ പെൻഡൻറ്റ് ഡിസൈൻ ചെയ്യുന്ന ആളെ അറിയാമോ? ഈ പോഡ്കാവ ഒരു ചെറിയ ടൗൺ ആയതുകൊണ്ട് ഒരേ പ്രൊഫഷൻ ചെയ്യുന്ന ഒരുപാട് പേരൊന്നുമില്ല. എൽക്ക ആ ഏരിയയിൽ ഗോൾഡ് ഡിസൈൻ ചെയ്യുന്ന ഒരു ഡിസൈനറിൻ്റെ പേരും അഡ്രസ്സും ഒക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. മഗധ നേരെ അവിടേക്ക് ചെല്ലാണ്. അവിടെ ചെന്ന് അകത്ത് കയറുമ്പോൾ ആരും ഉണ്ടാവില്ല. നോക്കുമ്പോൾ സൈഡിൽ ഒരു വലിയ മാല ഡിസൈൻ ചെയ്ത് വെച്ചേക്കാണ്. കുറച്ച് കഴിയുമ്പോഴേക്കും അയാൾ വരും. അപ്പോൾ അയാൾ പറയാണ്, ഈ മാല കണ്ടോ, ഞാനിതേ ഇത്തിരി ദിവസം കൂടെ കഴിഞ്ഞ് നമ്മുടെ നാട്ടിൽ ഖത്തറിലെ ഷെയ്ക്ക് വരാണ്, അയാൾക്ക് പ്രസൻറ്റ് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്.
നിനക്കറിയാമോ നമ്മുടെ ആ സൈക്യാട്രിസ്റ്റ് റോബർട്ടില്ലേ, അയാൾ ഷെയ്ക്കിൻ്റെ പൂച്ചയുടെ അസുഖം മാറ്റിക്കൊടുത്തു ഒരു ഫോട്ടോ കാണിച്ചിട്ട്. അപ്പോൾ അത് കാരണം നേരിട്ട് വന്ന് താങ്ക്സ് പറയാനാണ് ഷെയ്ക്ക് വരണത്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നിടയിൽ അയാളുടെ പട്ടി താഴെ കിടന്നൊരു ചോക്ലേറ്റ് എടുത്ത് കഴിക്കും. മഗധ ഇത് കാണുന്നുണ്ട്. അയ്യോ, പട്ടി ചോക്ലേറ്റ് കഴിച്ചാലോ, ഇപ്പം തന്നെ ഇതിനെ ആശുപത്രി കൊണ്ടുപോകണം, അല്ലെങ്കിൽ അത് ഡേഞ്ചർ ആണെന്ന് പറയും. അവരതിനെയും കൊണ്ട് വെറ്റിനറി ഡോക്ടറുടെ ക്ലിനിക്കിലേക്ക് ചെല്ലാണ്. അവിടെ ചെല്ലുമ്പോൾ ഡോക്ടർ ഉണ്ടാവില്ല. മഗധ തന്നെ അകത്ത് കയറി പട്ടിയെ ട്രീറ്റ് ചെയ്യാണ്. ഡോക്ടർ വരുമ്പോൾ മഗധയെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമാവും. ആൾ ജോലിക്ക് ജോയിൻ ചെയ്യാൻ വന്നാന്ന് വിചാരിച്ചേ. മഗധയ്ക്കും ഡോക്ടറോടൊരു ചെറിയൊരു ഇഷ്ടമുണ്ട്. തിരിച്ച് സ്വർണ്ണപ്പണിക്കാരനെയും കൊണ്ട് വരുമ്പോൾ മഗധ ചോദിക്കുന്നുണ്ട്, ഈ നെക്ലേസ് അറിയാമോ? അപ്പോൾ അയാൾ പറയും, ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. ഓരോ ലെറ്ററിനും ഓരോ പെൻഡൻ്റ് ഉണ്ടാക്കി. അപ്പം മഗധ ചോദിക്കുന്നുണ്ട്, ഇതുപോലത്തെ ഒരെണ്ണമുള്ളോ? അപ്പോൾ അയാൾ പറയും, ഒരെണ്ണം ഞാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളൂ, ഇനി ഫേക്കായിട്ട് വേറെ ആരെങ്കിലും ഇറക്കിയിട്ടുണ്ടോ എന്നറിയില്ല. ഓരോ ആൽഫബറ്റിനും ഓരോന്ന് വെച്ച് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നേരെ ജെയ്സന്റെ അടുത്തേക്ക് ചെല്ലാണ്. അപ്പോൾ നോക്കുമ്പോൾ ധൃതി പിടിച്ച് എവിടേക്കോ പോകണ കാണും. മഗധ അയാളെ ഫോളോ ചെയ്യാണ്. ഒരാളൊഴിഞ്ഞ ബിൽഡിങ്ങിലേക്കാണ് ജെയ്സൺ കയറണത്. അവിടെ ഓൾറെഡി കുറേ പോലീസുകാരുണ്ട്. ഓഫീസർ പറയും, ആളൊഴിഞ്ഞ ബിൽഡിംഗ് എല്ലാം പോലീസുകാർ പരിശോധിക്കായിരുന്നു. ഇവിടെ വന്നപ്പോഴാണ് സ്റ്റെഫാൻ്റെ ഡെഡ് ബോഡി കാണുന്നത്. അപ്പോൾ അവർ പറയും, ഞങ്ങൾക്ക് തോന്നുന്നത് ഇതൊരു റോബറി അറ്റംപ്റ്റ് ആണെന്നാണ്. അപ്പോഴേക്കും അത് ഓടി വന്നിട്ട് പറയും, അതൊന്നും അല്ല. അപ്പോൾ ജെയ്സൺ ചോദിക്കുന്നുണ്ട്, ഇവളെ ആരാ അകത്തേക്ക് കയറ്റി വിട്ടത്? എന്നിട്ട് ജെയ്സനോട് പറയാണ്, അത് വെറോണിക്കയുടെ തന്നെ നെക്ലേസ് ആണ്. ജെയ്സൺ പറയും, ആയിരിക്കാം, ചിലപ്പോൾ സ്റ്റെഫാൻ അത് മോഷ്ടിക്കാൻ വേണ്ടിയായിരിക്കും ആ കുട്ടിയെ കൊന്നത്. അത് വിറ്റിട്ട് ഡ്രിങ്ക്സ് മേടിച്ചു, അത് കൂടുതൽ കഴിച്ച് ഓവർഡോസ് ആയിട്ട് മരിച്ചു. മഗധ പറയും, അങ്ങനെയൊന്നുമല്ല. മഗധയെ അവരവിടെ നിന്ന് ഓടിച്ചിടാണ്. പോകാൻ നേരം ആ സൈക്യാട്രിസ്റ്റ് റോബർട്ടിൻ്റെ കോള് ജെയ്സന് വരും. അപ്പം ജെയ്സൺ അങ്ങോട്ടേക്ക് പോകാണ്. പുറകെ മഗധയും ചെല്ലും. ജെയ്സൺ പറയും, ഒഫീഷ്യൽ കാര്യത്തിനാണ് വന്നത്. എന്നിട്ട് വളരെ ആശ്ചര്യത്തോടെ ചോദിക്കുന്നുണ്ട്, ഇത്രയും ദൂരത്ത് നിന്ന് നിങ്ങൾ എങ്ങനെയാണ് ആ പൂച്ചയെ ഹീൽ ചെയ്തത്? അപ്പോൾ ഈ റോബർട്ട് പറയും, അതൊക്കെ എനിക്ക് വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമാണ്. മഗധയ്ക്ക് ഇത് കേൾക്കുമ്പോൾ നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് പറയും, ഓ, ഷെയ്ക്ക് നല്ല പൈസ തന്നിട്ടുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും ചെയ്തത്. എത്ര രൂപ കിട്ടി? ജെയ്സൺ വേഗം തന്നെ മഗധയും വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോകാണ്. മഗധ പറയുന്നുണ്ട്, അയാൾക്കൊരു കുന്തം അറിയാൻ പാടില്ല, അയാൾ വെറുതെ പൈസയ്ക്ക് ആർത്തിയാണ് കാണിക്കാനാണ്. പൈസ കുറവാണെന്ന് പറഞ്ഞ് പണ്ട് വെറോണിക്കയെ കണ്ടുപിടിക്കാൻ എന്നെ സഹായിച്ചില്ല. അപ്പം ജെയ്സൺ ചോദിക്കുന്നുണ്ട്, നിനക്കറിയാമോ ഈ പൊഡ്കോവയിലേക്ക് അവിടെ വരാൻ പോണത് ആരാണെന്ന്? മഗധ ചോദിക്കും, ഖത്തറിലെ ഷെയ്ഖല്ലേ? അപ്പോൾ ജെയ്സൺ ചോദിക്കണം, നീ എങ്ങനെ അറിഞ്ഞേ? കാരണം ജെയ്സൺ ഇപ്പോഴാണ് അറിയണത്. മഗധ പറയും, അതെല്ലാവർക്കും അറിയാലോ. ജെയ്സൺ പറയും, എന്നാലേ നീ അത്ര മിടിക്കുകയാണെങ്കിൽ നിന്റെ ഭർത്താവ് ആർക്കാ പെർഫ്യൂം മേടിച്ചെന്ന് പോയി കണ്ടുപിടിക്കുക. കൊള്ളേൻ്റെ അടുത്ത് തന്നെ കൊണ്ടു. ആള് സങ്കടപ്പെട്ട് അവിടെ നിന്ന് പോവാണ്. ചെന്നിട്ട് തോമസിൻ്റെ ജാക്കറ്റ് തപ്പുമ്പോൾ ആ റെസിപ്റ്റ് അവിടെയില്ല. അവിടെ ഇവിടെയൊക്കെ പരിശോധിക്കുമ്പോഴൊന്നും കാണുന്നില്ല. നോക്കുമ്പോൾ വേസ്റ്റ് ബിന്നിൽ നിന്ന് അത് കിട്ടാണ്. മഗധ അതെടുത്തിട്ട് അടുക്കളയിൽ ഉണ്ടായിരുന്ന ഒരു ബുക്കിൻ്റെ ഉള്ളിൽ വയ്ക്കുകയാണ്. കൂട്ടുകാരുടെ അടുത്തേക്ക് പോയിട്ട് പറയും, 2-3 ആഴ്ച മുമ്പാണ് ഇത് മേടിച്ചേക്കണത്, ഇനി എന്നെ ഡിവോഴ്സ് ചെയ്യാൻ വല്ല പ്ലാനും ഉണ്ടോ? അപ്പോൾ എൽക്ക പറയുന്നുണ്ട്, നോക്ക്, നിനക്ക് ജോലിയൊന്നുമില്ല, ഫിനാൻഷ്യലി നീ തോമസിനെ ഡിപ്പെൻഡൻ്റ് ആണ്. അങ്ങനെയുള്ളപ്പോൾ അയാൾക്ക് ഇനി ഒരു അഫെയർ ഉണ്ടെങ്കിൽ തന്നെ നീ അത്ര പെട്ടെന്ന് ഇട്ടിട്ട് പോകില്ല എന്ന് അയാൾക്കറിയാം. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ജെയ്സൺ വരും. എന്നിട്ട് പറയും, നേരത്തെ ഞാൻ പറഞ്ഞതിന് സോറി, ആ പെൺകുട്ടിയെ കൊന്നത് സ്റ്റെഫാൻ ഒന്നുമല്ല, ആ കത്തിയിൽ സ്റ്റെഫാൻ്റെ ഫിംഗർ പ്രിൻ്റ് ഒന്നുമില്ല. മഗധ പറയുന്നുണ്ട്, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ. ജെയ്സൺ പറയും, അത് മാത്രമല്ല, സ്റ്റെഫാനെ ആരോ കൊന്നതാണ് തലക്കടിച്ച്. എന്നിട്ട് മഗധയുടെ അടുത്ത് ഫോൺ തരാൻ പറയും. ഞാനിതിൽ എൻ്റെ നമ്പർ എമർജൻസി നമ്പറായി സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഒരു അപകടം വരുമ്പോൾ ഈ ബട്ടൺ ഒന്ന് ഞെക്കിയാൽ മതി, നിൻ്റെ ലൊക്കേഷൻ എൻ്റെ ഫോണിൽ കിട്ടും. അതുപോലെ ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും ഓപ്പൺ ആകും. അപ്പം തന്നെ ഞാൻ അവിടേക്ക് വരാം. സ്റ്റെഫാൻ ചിലപ്പോൾ ആ കൊലപാതകയെ കണ്ടിട്ടുണ്ടാകും, അതുകൊണ്ടായിരിക്കും സ്റ്റെഫാനെ കൊന്നത്. നിന്റെ ലൈഫിനും ഡേഞ്ചർ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം മഗധ ചോദിക്കുന്നുണ്ട്, അതിന് ഞാൻ ആരെയും കണ്ടിട്ടില്ലല്ലോ. ജെയ്സൺ പറയും, അതിന് ആ കൊലപാതകയ്ക്ക് അതറിയില്ലല്ലോ. അപ്പോഴേക്കും തോമസിന്റെ കോള് വരാണ്. ജെയ്സൺ പറയും, ഞാൻ തന്നെ വീട്ടിൽ കൊണ്ടുവന്ന് വിടാം. വീട്ടിലെത്തുമ്പോൾ തോമസ് മഗധയെ വഴക്ക് പറയും, ഇയാളുടെ കൂടെ നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നേ? മഗധ ഭയങ്കര കാര്യമായിട്ട് പറയാണ്, ഞാൻ എന്തിനാ ജെയ്സന്റെ കൂടെ വന്നതെന്ന് അറിയാമോ? എൻ്റെ ലൈഫിന് ഭയങ്കര ഡേഞ്ചർ ഉണ്ട്. തോമസ് വേഗം തന്നെ കളിയാക്കി ചിരിക്കുകയാണ്, നിന്റെ ലൈഫിന് ഡേഞ്ചറോ? കഷ്ടം. അപ്പം അത് പറയാൻ വന്നത് പോലും മുഴുവനും കേട്ടില്ല. അത് കഴിഞ്ഞ് കാണിക്കുന്നത് മഗധ ഡോക്ടറുടെ ക്ലിനിക്കിൽ വന്നേക്കാണ്. മഗധയെ കാണുമ്പോഴേക്കും ഡോക്ടർക്ക് ഒരു കോൾഗേറ്റ് ചിരിയൊക്കെ വരികയാണ്. അപ്പോഴേക്കും ഡോക്ടർക്ക് ഒരു ഫോൺ വരും. ഫോൺ അറ്റൻഡ് ചെയ്തതിന് ശേഷം മഗധയോട് പറയും, ഇപ്പോൾ വിളിച്ചത് സെനറ്ററുടെ വീട്ടിൽ നിന്നാണ്, അവരുടെ പട്ടിക്ക് എന്തോ ഇൻഫെക്ഷൻ പോലെ, ഒന്ന് പോയി നോക്കാമോ? എനിക്കാണെങ്കിൽ ഇവിടെ ഭയങ്കര തിരക്കുണ്ട്, ഇവിടെ നിന്ന് ഇറങ്ങാൻ സമയമില്ല. അങ്ങനെ മഗധ അവിടേക്ക് ചെല്ലാണ്. അവിടെ ചെല്ലുമ്പോൾ ജെയ്സൺ ഓൾറെഡി അവിടെ ഉണ്ട്. മുറ്റത്ത് ജെയ്സന്റെ സ്കൂട്ടർ ആണ്. ഇനി ഇവിടെ തന്നെയും കണ്ടിന് പ്രശ്നമുണ്ടാകുന്ന ഓർത്ത ആൾ പുറത്തിങ്ങനെ ഒളിച്ചു നിൽക്കുകയാണ്. ജെയ്സൺ മരിച്ച പെൺകുട്ടിയുടെ ഫോട്ടോ ഈ സെനറ്ററെ കാണിച്ചിട്ട് ചോദിക്കും, ഇവിടുത്തെ പാർട്ടി അറ്റൻഡ് ചെയ്തിട്ടാണ് ഇവർ പോയത്.
ഇവരാണ് പാർക്കിൽ കൊല്ലപ്പെട്ടത്. ഇവരെ നിങ്ങൾക്കറിയാമോ? അപ്പോൾ അയാൾ പറയും എനിക്ക് നല്ല ഓർമ്മയില്ല. അപ്പോൾ അയാളുടെ ഭാര്യ അവിടെ തന്നെ ഉണ്ടാകും. അവരോ പറയും നിർഭാഗ്യവശാൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അവർ ആ പ്രിൻറ്റിംഗ് ഓഫീസിൽ ജോലി ചെയ്യുന്ന സെലക്കിൻ്റെ കൂടെയാണ് വന്നത്. അവിടെ വെച്ച് ആ ബോയ് ഫ്രണ്ടും അവളും തമ്മിൽ എന്തോ വാക്ക് തർക്കം ഉണ്ടായി. അയാൾ പിടിച്ചു വലിച്ചാണ് അവളെയും കൊണ്ട് അവിടെ നിന്ന് പോയത്. ഇത് പറയുമ്പോൾ ആ സെനറ്ററിൻ്റെ മുഖം വല്ലാതാവുന്നുണ്ടായിരുന്നു. അപ്പോൾ ജേസൺ ചോദിക്കും നിങ്ങളെന്താ നിർഭാഗ്യവശാൽ എന്ന് പറഞ്ഞേ? അപ്പോൾ ആ ലേഡി പറയും അതല്ല, പാർട്ടിയുടെ ഇടയിൽ ഭയങ്കര ബഹളമൊക്കെ ഉണ്ടായില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. ഇതിനിടയിൽ ജെയ്സൺ പുറത്തിറങ്ങുമ്പോൾ മഗധ അവിടെ ഒളിച്ചു നിൽക്കണ കാണും. നീ ഇവിടെയും വന്നോ? ഇൻവെസ്റ്റിഗേഷൻ തടസ്സപ്പെടുത്തുന്നതിന് നിന്നെ ഞാനിപ്പോൾ അറസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോഴേക്കും സെനറ്ററും ഭാര്യയും പുറത്തിറങ്ങും. അപ്പം മഗധ പറയും ഞാൻ വന്നത് പട്ടിയെ നോക്കാനാണ്. സെനറ്റർ വേഗം തന്നെ പട്ടിയുടെ കൂട്ടിൻ്റെ അടുത്തേക്ക് മഗധയെ കൊണ്ടുപോവാണ്. അവിടെയാണെങ്കിൽ ഒരു വലിയ പട്ടി വായിൽ നിന്ന് ഇങ്ങനെ വെള്ളമൊക്കെ വരുന്നുണ്ട്. മഗധയ്ക്കാണെങ്കിൽ കൂട്ടി കയറാൻ പേടി. അപ്പോൾ സെനറ്റർ അകത്തേക്ക് കയറിയിട്ട് പറയും പേടിക്കരുത്, പേടിച്ചാൽ പട്ടിക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും. അത് കഴിഞ്ഞ് മരുന്നൊക്കെ കൊടുത്ത് മഗധ തിരിച്ചു പോവാണ്. അപ്പോൾ സെനറ്ററിൻ്റെ ഭാര്യ ഗാർഡനിൽ നിൽക്കണമെന്ന് മഗധ കാണുന്നുണ്ട്. അപ്പോൾ അവരെ നോക്കി ചിരിക്കുമെങ്കിലും അവരിങ്ങനെ രൂക്ഷമായിട്ടാണ് മഗധയെ നോക്കുന്നത്. പിന്നെ പിസയൊക്കെ മേടിച്ച് വീട്ടിലേക്ക് പോകാൻ നേരം തന്നെ ആരോ ഫോളോ ചെയ്യണ പോലെ തോന്നും. നോക്കുമ്പോൾ പുറകിലൊരാൾ വരുന്നുണ്ട്. നടത്തത്തിൻ്റെ സ്പീഡ് ഇത്തിരി കൂട്ടിയപ്പോൾ പുറകിൽ നിന്ന് അയാൾ ഹലോ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. പേടി കാരണം മഗധ ഓടാണ്. അയാളും പുറകെ ഓടുന്നുണ്ട്. പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് എമർജൻസി നമ്പർ ഡയൽ ചെയ്യും. എന്നിട്ട് ഫോൺ അയാളുടെ നേരെ കാണിച്ചിട്ട് പറയും ഇപ്പം തന്നെ പോലീസ് വരും, നിന്റെ ഫോട്ടോ ഇതിൽ കിട്ടിയിട്ടുണ്ട്, ഇനി നിനക്ക് എന്നെ കൊല്ലാൻ പറ്റില്ല. അപ്പം അയാൾ വേഗം തന്നെ പൈസ നീട്ടിയിട്ട് പറയും നിങ്ങൾ പിസ മേടിച്ചതിൻ്റെ ബാക്കി പൈസ തരാൻ വന്നതാ. പാവം ഒരു ചമ്മിയെ ചിരിയും ചിരിച്ച് ആ പൈസ മേടിക്കുന്നുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ജെയ്സൺ വരും. അപ്പം മഗധ ചോദിക്കുന്നുണ്ട് ഇത്രയും സ്പീഡിൽ വന്നാണോ നിങ്ങൾ എന്നെ രക്ഷിക്കാൻ പോണേ? ഈ സമയം കൊണ്ട് ഞാൻ എത്ര പ്രാവശ്യം മരിച്ചു എന്നറിയാമോ? ജെയ്സൺ പറയും ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ ആ മരിച്ച പെൺകുട്ടിയെ തിരിച്ചറിഞ്ഞു. അവളുടെ പേര് ജോയാന മാജ് എന്നാണ്. ബ്രിവനോയിൽ നിന്നുള്ള ഒരു ഹെയർ ഡ്രസ്സറാണ്. അവളുടെ ഫിയാൻസീനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കാറിലുണ്ട്. കത്തിയിൽ അയാളുടെ ഫിംഗർ പ്രിൻ്റ് ഉണ്ട്. അപ്പം മഗധ പറയും അതിന് അയാളായിരിക്കില്ല, അയാളാണ് കൊന്നെങ്കിൽ എന്തായാലും ഫിംഗർ പ്രിൻ്റ് അയാൾ മാച്ചിട്ടുണ്ടാവും. ഞാനൊന്ന് സംസാരിച്ച് വയ്ക്കാലോ? ജെയ്സൺ പറയും ആ പരിസരത്തേക്ക് പോലും വന്നു വരുത്. ഇതിനിടയിൽ ജെയ്സൺ ഒരു ഫോൺ വരും. അപ്പം അത് സംസാരിക്കാനായിട്ട് കുറച്ച് നീങ്ങി നിൽക്കുമ്പോഴേക്കും മഗധ കാറിലേക്ക് ഓടിക്കേറി അയാളോട് ആ നെക്ലേസിനെ കുറിച്ച് ചോദിക്കുകയാണ്. അയാൾ പറയും ആ നെക്ലേസ് ഇതിനു മുമ്പ് കണ്ടിട്ടില്ല, അന്ന് ബ്രൂണോയുടെ പാർട്ടിക്കാണ് പോണതെന്ന് പറഞ്ഞപ്പോൾ ഞാനും ഉണ്ടെന്ന് പറഞ്ഞതാണ്. അപ്പോൾ പോരാൻ നേരം ഈ നെക്ലേസ് കാണാതെ തപ്പി നടന്നപ്പോൾ വേറെ ഇടാൻ പറഞ്ഞിട്ടും ഈ നെക്ലേസ് കിട്ടാതെ പോരൂല എന്ന് വാശിയായിരുന്നു. മഗധ അവിടുന്ന് നേരെ ജോയാൻ ജോലി ചെയ്ത സലൂണിലേക്കാണ് പോണത്. മുടി വെട്ടാനെന്ന രീതിയിൽ അവിടെ ഇരുന്നു. അപ്പോൾ അവിടുത്തെ സ്റ്റാഫ് തമ്മിൽ നാളെയാണ് ജോയാനയുടെ ഫ്യൂണറൽ എന്ന് പറയണത് കേൾക്കുന്നുണ്ട്. അപ്പോൾ അവരോട് എന്തെങ്കിലും സംസാരിക്കാൻ തുടങ്ങുമ്പോഴേക്കും ജെയ്സൺ അവിടേക്ക് വരികയാണ്. വേഗം തന്നെ മുഖം മറച്ചു പിടിക്കുമെങ്കിലും മഗധയുടെ ഫോൺ അടിക്കും. അപ്പോൾ അതിൻ്റെ റിംഗ് ടോൺ എന്ന് പറഞ്ഞാൽ ഈ ക്രൈം സിനിമയിലൊക്കെ വരുന്ന ഒരു പ്രത്യേക മ്യൂസിക്കാണ്. ജെയ്സൺ മഗധയെ കാണാണ്. വേഗം തന്നെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങും. ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ഇതിൻ്റെ പുറകെയൊക്കെ നടക്കണേ? അപ്പം മഗധ പറയും ഇവർ പറയണത് ആ ഫിയാൻസി അങ്ങനെയൊന്നും ചെയ്യില്ല എന്നാണ്. അപ്പം ജെയ്സൺ ചോദിക്കും ഇവരാണോ അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നടത്തണേ? അപ്പം എന്നിട്ട് അയാൾ പറയും അയാളല്ലാന്ന് ഞങ്ങൾക്ക് മനസ്സിലായി, കാരണം കൊലപാതകം നടക്കുമ്പോൾ അയാൾ പാർട്ടിയിൽ തന്നെ ഉണ്ടായിരുന്നു. മഗധ പറയും അവൾ ആരെയോ കാണിക്കാനായിട്ട് മനഃപൂർവ്വമാണ് ആ നെക്ലേസ് ഇട്ടത്. നമുക്കൊരു കാര്യം ചെയ്യാം, നാളെ ആ ഫ്യൂണറിന് പോയാലോ? അപ്പോൾ എന്തെങ്കിലും ഒരു ക്ലൂ അവിടെ നിന്ന് കിട്ടാതിരിക്കില്ല. പിറ്റേ ദിവസം രണ്ടുപേരും കൂടി ഫ്യൂണറിന് പോന്നേക്കാണ് ജോയാനയുടെ. മഗധ പറയും ചുറ്റും നോക്കിക്കോ, ആരെയെങ്കിലും സംശയം ഉണ്ടോയെന്ന്. ഫ്യൂണറിലൊക്കെ കഴിഞ്ഞ് ജോയാനയുടെ വീട്ടിൽ ഫുഡുണ്ട്. അപ്പോൾ അവിടേക്ക് ചെന്നേക്കാണ്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജോയാനയുടെ അമ്മ ചോദിക്കും നിങ്ങൾ ജോയാൻ്റെ ഫ്രണ്ടാണോ? ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ മഗധ പറയും അവൾ ഞങ്ങളുടെ ഹെയർ ഡ്രസ്സറായിരുന്നു. ഇവരുടെ പെരുമാറ്റത്തിൽ അവർക്ക് എന്തോ സംശയം പോലെ. മഗധ ചോദിക്കും ഞാനൊന്ന് വാഷ്റൂം യൂസ് ചെയ്തോട്ടെ? അപ്പോൾ അവർ പറയും മുകളിലാണ് വാഷ്റൂം. മഗധ മുകളിലേക്ക് ചെന്നിട്ട് ജോയാനയുടെ മുറിയിൽ കയറാണ്. അവിടെ ജോയാനയും വെറോണിക്കയും നിൽക്കുന്ന ഫോട്ടോ കാണാണ്. കുറച്ച് നേരം കഴിഞ്ഞിട്ടും ഈ മഗധ തിരിച്ചു വരാത്ത കാരണം ഇവർ മുകളിൽ ചെന്ന് നോക്കുമ്പോൾ ജോയാനയുടെ മുറിയിൽ മഗധ ഇരിക്കണം കാണും. അപ്പോൾ ഇവരെ കാണുമ്പോൾ മഗധ ചോദിക്കും ആ ഫോട്ടോയിലുള്ളത് വെറോണിക്കയല്ലേ, അവരെ അറിയാമോ? അപ്പോൾ ജോയാനയുടെ അമ്മ പറയും അത് ജോയാൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോൾ മഗധ ചോദിക്കുന്നുണ്ട് ഫ്രണ്ടോ? മഗധയ്ക്ക് അറിയില്ലായിരുന്നു വെറോണിക്കയ്ക്ക് ഇങ്ങനെ ഒരു ഫ്രണ്ടുള്ള കാര്യം. അവർ പറയും ഇവിടെ എപ്പോഴും വരും, അവർ സിസ്റ്റേഴ്സിനെ പോലെയാണ്. എന്നിട്ട് മഗധോട് പറയും ഇവിടെ മോഷ്ടിക്കാൻ വന്നതാണെങ്കിൽ ഒന്നുമില്ല ഇവിടെ. അപ്പം മഗധ പറയും അതല്ല, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായി, അതാണ്. വേഗം തന്നെ അവിടെ നിന്ന് താഴേക്ക് ചെല്ലാണ്. താഴെ ചെല്ലുമ്പോൾ ജെയ്സൺ ആണെങ്കിൽ ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ച് ഫിറ്റായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ജെയ്സനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്ന വഴിയിൽ ഇവരുടെ കാറിനെ വേറെ കാറ് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് ജെയ്സനെ വീട്ടിൽ കൊണ്ടുവന്ന് വിടും. അപ്പോൾ മഗധ പറയുന്നുണ്ട് ഞാനില്ലാതെ വേറൊരു സ്ഥലത്ത് അവൾ സുഖമായിട്ട് ജീവിക്കുന്നുണ്ടായിരുന്നു. പെൽക്ക പറയും വെറോണിക്ക ഇപ്പോൾ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ നീയും തോമസും ഒരിക്കലും കല്യാണം കഴിക്കില്ലായിരുന്നു. അവളെ കാണാതെ നീ വിഷമിച്ചിരുന്ന സമയത്താണ് നിന്റെ ലൈഫിലേക്ക് തോമസ് വരുന്നത്. അന്ന് വേറെ ആരെയെങ്കിലുമാണ് നീ കണ്ടുമുട്ടിയെങ്കിൽ ചിലപ്പോൾ നീ അയാളെ കല്യാണം കഴിച്ചേനെ. ചിലപ്പോൾ ഞാൻ വിചാരിക്കും അത് ജെയ്സൺ ആയിരുന്നെങ്കിൽ എന്ന്. അപ്പോൾ മഗധ പറയും അതിന് ജെയ്സണ് വെറോണിക്ക അല്ലായിരുന്നോ ഇഷ്ടം? പിന്നെ കാണിക്കുന്നത് മഗധ വെറോണിക്കയുടെ വീട്ടിൽ ചെല്ലുന്നതാണ്.
അപ്പോൾ അത് വെറോണിക്കയുടെ അമ്മയുടെ അടുത്ത് പറയും, ഞാനൊരു കാര്യം ചോദിക്കാൻ വന്നതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം മരിച്ച പെൺകുട്ടിയുടെ ഫ്യൂണറലിന് പോയിരുന്നു. അവളും വെറോണിക്കയും തമ്മിൽ ഫ്രണ്ട്സ് ആയിരുന്നു. അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ? അപ്പോൾ അവർ പറയും, വെറോണിക്കയും അച്ഛനും തമ്മിൽ അത്ര നല്ല റിലേഷൻ അല്ലായിരുന്നു, എപ്പോഴും വഴക്കും ബഹളമാണ്. അതുമല്ല, വെറോണിക്ക പ്രഗ്നൻ്റ് ആയിരുന്നു. അതെങ്ങാനും അറിഞ്ഞിരുന്നെങ്കിൽ. മഗത ഞെട്ടിപ്പോവും. പ്രഗ്നൻ്റോ? അതെ, ആ ജോയാനയാണ് അവൾക്ക് അയാളെ പരിചയപ്പെടുത്തി കൊടുത്തത്. ഇവർ രണ്ടുപേരും ആ റേസ് ട്രാക്കിനടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ വെയിട്രസ് ആയിട്ട് ജോലി ചെയ്തിരുന്നു. ഇവളെ കാണാനായിട്ട് അയാൾ എപ്പോഴും അവിടെ വരുമായിരുന്നു. അച്ഛനെങ്ങാനും ഇതറിഞ്ഞാലോ എന്ന് പേടിച്ചിട്ടാണ് അവൾ ഇവിടെ നിന്ന് ഓടിപ്പോയത്. ഇതെല്ലാം കേട്ട് ഷോക്കായിട്ടിരിക്കുകയാണ് മഗത. ഇതൊന്നും അറിയില്ലായിരുന്നു. വെറോണിക്കയുടെ വീട്ടിൽ നിന്ന് തിരിച്ചു വരണ സമയത്ത് ഒരു കാറ് മഗതയെ ഫോളോ ചെയ്യുന്നുണ്ടാകും. അവിടെ നിന്ന് ഓടി സ്പീഡിൽ വരണ സമയത്ത് ഡോക്ടറുടെ മേത്ത് ഇടിക്കുകയാണ്. ഡോക്ടറുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയും, കുറച്ച് ദിവസമായിട്ട് എന്നെ ഒരു കാറ് ഫോളോ ചെയ്യുന്നുണ്ട്, എന്നെ ഒന്ന് വീട്ടിൽ കൊണ്ടുവന്ന് വിടാമോ? ഡോക്ടറാണെങ്കിൽ ഇത് കേൾക്കാൻ നോക്കിയിരിക്കായിരുന്നു. ഡോക്ടർ പറയും, എൻ്റെ നമ്പർ നോട്ട് ചെയ്തോ, ഇതുപോലുള്ള സമയങ്ങളിൽ എന്തെങ്കിലും ആവശ്യം വന്നാൽ എന്നെ വിളിച്ചാൽ മതി. അപ്പോൾ മഗത പറയും, ഇന്ന് മുതൽ എൻ്റെ എമർജൻസി നമ്പർ നിങ്ങളുടെ നമ്പറാണ്. വീട്ടിൽ ചെല്ലുമ്പോൾ തോമസ് വഴക്കുറയും, ഇയാളുടെ കൂടെ വരാൻ ഇന്ന് എന്താണാവോ കാരണം? മഗതയ്ക്ക് ദേഷ്യം വരും. അപ്പോൾ പറയും, ഞങ്ങൾ തമ്മിൽ അഫെയറാണ്. തോമസ് പിന്നെ ഒന്നും മിണ്ടില്ല. മഗത പറയും, ഞാനിപ്പോൾ ഫുഡ് ഉണ്ടാക്കാന്ന്. അപ്പോൾ തോമസ് പറയും, വേണ്ട, നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് ഒന്ന് പുറത്തേക്ക് പോകാം. മഗത ചോദിക്കുന്നുണ്ട്, പെട്ടെന്ന് എന്താ? അപ്പോൾ തോമസ് പറയും, ഒരു സർപ്രൈസാണ്. ഫുഡ് കഴിക്കാനായിട്ട് റെസ്റ്റോറൻറ്റിലെത്തി. ഫുഡ് കഴിച്ചിട്ട് തോമസ് പറയും, എനിക്ക് കുറേ നാളായി ഞാൻ വിചാരിക്കണം, നീ എൻ്റെയും കുട്ടികളുടെയൊക്കെ കാര്യം എത്ര ഭംഗിയായിട്ടാണ് നോക്കണേ. നിനക്ക് എന്തെങ്കിലും സമ്മാനം തരണമെന്ന് വിചാരിച്ചിട്ട് കുറേ നാളായി. അതുകൊണ്ട് നിനക്ക് ഞാനൊരു ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഒരു ചെറിയൊരു ബോക്സ് വെക്കുകയാണ്. എന്നിട്ട് അത് തുറന്നു നോക്കാൻ പറയും. അത് തുറന്നു നോക്കുമ്പോൾ ഒരു പെർഫ്യൂം. പക്ഷെ മഗതയ്ക്ക് ഇത് കണ്ടിട്ട് വലിയ സന്തോഷമൊന്നും തോന്നണില്ല. എന്തോ ഒരു പന്തികേട് പോലെ. ഒന്നും പറയാതെ ഗിഫ്റ്റ് അവിടെ വെച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തോമസ് മഗത കേൾക്കാനായിട്ട് കുട്ടികളോട് പറയാണ്, ഇന്ന് നിങ്ങളെ ഞാൻ സ്കൂളിൽ കൊണ്ടുവന്ന് വിടാം, നമുക്ക് അമ്മയ്ക്ക് ഇന്നൊരു റെസ്റ്റ് കൊടുക്കാം. കുട്ടികൾക്കാണെങ്കിൽ തോമസിൻ്റെ കൂടെ പോകുന്നത് ഇഷ്ടമല്ല. അവരുടെ മുഖമൊക്കെ മാറുന്നുണ്ട്. കുട്ടികളോട് പറയും, വേഗം തന്നെ കാറിൽ പോയിരുന്നോ, ഇരിക്കണൊക്കെ കൊള്ളാം, എൻ്റെ കാറിൻ്റെ സീറ്റിൽ ചവിട്ടരുത്, അവിടെ തൊടാൻ പാടില്ല, ഇവിടെ തൊടാൻ പാടില്ല. പോകാൻ നേരം ഒരിക്കലും ഇല്ലാത്ത പോലെ മഗത കിസ് ചെയ്തിട്ടൊക്കെയാണ് പോണത്. അവർ പോയി കഴിയുമ്പോൾ മഗത വേഗം തന്നെ അവിടെ വച്ചിരുന്ന ബുക്കിൽ ആ റെസിപ്റ്റ് തപ്പാണ്. നോക്കുമ്പോൾ അത് അവിടെ ഇല്ല. മഗതയ്ക്ക് കാര്യം പിടികിട്ടി. തനിക്ക് ഈ റെസിപ്റ്റ് കിട്ടിയ കാര്യം തോമസിന് മനസ്സിലായെന്ന്. അതുകൊണ്ടാണ് വേറെ പെർഫ്യൂം മേടിച്ചത്. ഇതും കൂടെ കാണുമ്പോൾ ആൾക്ക് ആകെ വിഷമാകും. വെറോണിക്ക ജോലി ചെയ്തിരുന്ന റെസ്റ്റോറൻറ്റിലേക്ക് മഗത ചെല്ലാണ്. അപ്പോൾ അവിടുത്തെ ലേഡിയോട് വെറോണിക്കയുടെ ഫോട്ടോ കാണിച്ചിട്ട് ചോദിക്കും, ഇവരെ അറിയാമോ എന്ന്. അപ്പോൾ അവർ പറയും, ഈ പെൺകുട്ടിയെ എനിക്ക് ഓർമ്മയുണ്ട്, ഇവിടെ വരുന്നവർക്കൊക്കെ അവളോട് വലിയ ഇഷ്ടമായിരുന്നു, അവൾക്ക് കൂടുതൽ ടിപ്സൊക്കെ കിട്ടുമായിരുന്നു. ഇവിടെ വന്നുകൊണ്ടിരുന്ന ഒരാളുമായി അവൾ സ്നേഹത്തിലായിരുന്നു. രണ്ടുപേർക്കും പരസ്പരം നല്ല ഇഷ്ടമായിരുന്നു, ഒരു ട്രൂ ലവ്. അപ്പോൾ അത് ആരാന്ന് മഗത ചോദിക്കുമ്പോൾ അവർ പറയും, ബ്രൂണോ സിൽഗ. മഗത ഞെട്ടിപ്പോവും. അത് ആ സെനറ്ററാണ്. അത് കഴിഞ്ഞ് മഗത ആ റേസ് ട്രാക്കിൻ്റെ അവിടെ പോയി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്കും ജെയ്സൺ വരും. മഗത പറയും, വെറോണിക്ക മരിച്ചു എന്നാ തോന്നണേ, ബ്രൂണോയുമായിട്ട് അവൾ ഇഷ്ടത്തിലായിരുന്നു, അതുമല്ല അവൾ പ്രഗ്നൻ്റ് ആയിരുന്നു. ഇതൊക്കെ കേട്ടിട്ട് ജെയ്സൺ ഞെട്ടി നിൽക്കുകയാണ്. പോലീസ് ഇൻസ്പെക്ടറായി ജെയ്സണ് പോലും ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. മഗത പറയുന്നുണ്ട്, അയാൾ ഓൾറെഡി കല്യാണം കഴിച്ചിരുന്നല്ലേ, അപ്പോൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ ചിലപ്പോൾ പ്രശ്നമായി കാണും. ജോയാനയ്ക്ക് എല്ലാം അറിയായിരുന്നു. അതുകൊണ്ടാണ് ആ നെക്ലേസ് ഇട്ടുകൊണ്ട് അയാളെ കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അന്ന് ആ പാർട്ടിക്ക് പോയത്. ചിലപ്പോൾ അവൾ അയാളെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും അവളെയും കൊന്നത്. വേഗം തന്നെ സെലിഗയെ അറസ്റ്റ് ചെയ്യണം. അപ്പോൾ ജെയ്സൺ പറയുന്നുണ്ട്, അതിന് നമ്മുടെ കയ്യിൽ തെളിവൊന്നുമില്ലല്ലോ, അതുമല്ല നമുക്ക് ബോഡി പോലും കിട്ടിയിട്ടില്ല. ജെയ്സണും മഗതയും കൂടി ആ സൈക്യാട്രിക് ഹീലർ റോബർട്ടിൻ്റെ അടുത്തേക്ക് ചെല്ലാണ്. എന്നിട്ട് പറയും, ഞങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഹെൽപ്പ് വേണം. പിന്നെ കാണിക്കുന്നത് പൊഡ്കോവയിലെ ഒരു ഓപ്പൺ ഗാർഡൻ ഫെസ്റ്റിവലാണ്. അപ്പോൾ അത് ആ സെനറ്ററിൻ്റെ വീടിന് ഗാർഡനിൽ വെച്ചിട്ടാണ് നടത്തുന്നത്. അപ്പോൾ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. സ്പീച്ചൊക്കെ കഴിഞ്ഞിട്ട് ഒരു കൺസേർട്ട് നടക്കുകയാണ്. അപ്പോൾ സെൻറ്റർ നോക്കുമ്പോൾ മഗതയും ആ ഹീലറും കൂടി ഒരു സ്റ്റീലിൻ്റെ ഒരു സാധനവും കൊണ്ട് ഗാർഡനിൻ്റെ അറ്റത്തേക്കൂടി ഇങ്ങനെ നടക്കണ കാണും. സെനറ്റർ ഓടി വന്നിട്ട് ചോദിക്കും, നിങ്ങൾ എന്താ ഇവിടെ കാണിക്കുന്നത്, പരിപാടിയൊക്കെ അവിടെയല്ലേ നടക്കണേ? അപ്പോൾ ഈ റോബർട്ടിൻ്റെ കയ്യിൽ നൂല് കെട്ടിയ ഒരു ഗോലി പോലത്തെ സാധനമുണ്ട്. അപ്പോൾ അതിങ്ങനെ കിടന്ന് ആടുകയാണ്. റോബർട്ട് ചോദിക്കും, ഗാർഡൻ്റെ ആ വശത്ത് എന്താ ഉള്ളത്? അപ്പോൾ ഈ സെനറ്റർ പറയും, അത് പഴയ ഗാർഡനാണ്, ഇപ്പം അത് ആരും യൂസ് ചെയ്യാറില്ല. ആൾക്ക് എന്തോ ഒരു ടെൻഷനുള്ള പോലെ. രാത്രിയായപ്പോൾ ഈ സെനറ്റർ ഒരു മൺവെട്ടി കൊണ്ടുപോയി ആ പഴയ ഗാർഡനിൽ ഒരു മരത്തിൻ്റെ ചോട്ടിൽ കുഴിക്കാൻ തുടങ്ങും. അപ്പോഴേക്കും ജെയ്സണും പോലീസുകാരും വരാണ്. അപ്പോൾ ജെയ്സൺ പറയും, ഞാനൊരു ബോഡി അന്വേഷിച്ച് വന്നതാ, പക്ഷേ എനിക്ക് എവിടെയാണ് കുഴിക്കേണ്ടതെന്ന് അറിയില്ലായിരുന്നു, ഇപ്പം മനസ്സിലായി. അങ്ങനെ അയാളെ അറസ്റ്റ് ചെയ്യാണ്. അപ്പോൾ മഗതയും വന്നിട്ടുണ്ട്. പിറ്റേ ദിവസം അയാളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ മഗത ചോദിക്കുന്നുണ്ട്, ഞാനും മുറിയിൽ കയറിക്കോട്ടെ എന്ന്. ജെയ്സൺ സമ്മതിക്കില്ല. ഇൻ്ററോഗേഷൻ റൂമിൻ്റെ ഡോറ് പക്ഷേ ഇത്തിരി തുറന്നിടും. മഗത അവിടെ ചെന്ന് നിന്ന് സെനറ്റർ എന്താ പറയണതെന്ന് കേൾക്കാണ്. അയാൾ പറയും, ഞാനും വെറോണിക്കയും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു വെറോണിക്കനെ. ഭാര്യ ഇല്ലാത്ത സമയത്തൊക്കെ വെറോണിക്ക ഇവിടെ വരാറുണ്ട്. ഒരു ദിവസം ഭാര്യ കുറച്ച് ദിവസത്തേക്ക് പുറത്തേക്ക് പോയപ്പോൾ ഞാൻ വെറോണിക്കനെ വീട്ടിലേക്ക് ക്ഷണിച്ചു.
പിറ്റേ ദിവസമായപ്പോൾ അവൾക്ക് വയ്യാതായി. മരുന്ന് മേടിക്കാൻ ഞാൻ പുറത്തു പോയതാണ്. തിരിച്ചു വരുമ്പോൾ സ്റ്റെയറിൻ്റെ താഴെ വെറോണിക്ക മരിച്ചു കിടക്കണയാണ് കാണുന്നത്. സ്റ്റെയറിൽ നിന്ന് തെന്നി വീണതാണ്. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു. അല്ലാതെ ഞാൻ ആരെയും കൊന്നിട്ടില്ല. അപ്പം ജേസൺ ചോദിക്കും, പിന്നെ എന്തിനാ നിങ്ങൾ കുഴിച്ചിട്ടേ? ഇവളിവിടെ വന്ന കാര്യം ഞാൻ എല്ലാവരോടും എന്താ പറയുക, എന്തിനു വന്നു എന്നാ പറയണത്? അതുമല്ല, ഇതൊരു ആക്സിഡൻ്റ് ആണെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. അതുകൊണ്ടാണ് ബോഡി ഞാൻ കുഴിച്ചിട്ടത്. ജോഹാനെ നിങ്ങൾ എന്തിനാ കൊന്നത്? സെനറ്റർ പറയും, ഞാൻ ആരെയും കൊന്നിട്ടില്ല. നിങ്ങൾ ശരിക്കും അന്വേഷിച്ചാൽ മനസ്സിലാകും, ഞാൻ അന്ന് ആ പാർട്ടി വിട്ടിട്ട് ഒരു മിനിറ്റത്തേക്ക് പോലും പുറത്തേക്ക് പോയിട്ടില്ല. മഗധ ഇതെല്ലാം പുറത്തു നിന്ന് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. ആൾക്ക് നല്ല സങ്കടമുണ്ട്. വെറോണിക്ക എവിടെയെങ്കിലും ജീവിച്ചിരിക്കുന്നതാണ് ആദ്യം വിചാരിച്ചത്. ഇപ്പം മരിച്ചു എന്ന് കേട്ടപ്പോൾ ആകെ ഒരു വിഷമം. വാഷ്റൂമിൽ പോയിട്ട് മുഖമൊക്കെ കഴുകാൻ നേരത്ത് അവിടെ സെറൻസ്കിയുടെ ഭാര്യ ഉണ്ടാവും, ആ സൂസി. അവരവിടെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. പോകാൻ നേരം അവർ പെർഫ്യൂം അടിക്കും. നോക്കുമ്പോൾ അത് തോമസ് മഗധയ്ക്ക് കൊടുത്ത അതേ പെർഫ്യൂമാണ്. മഗധയ്ക്ക് കാര്യം മനസ്സിലായി. പിന്നെ എൽക്കയുടെ അടുത്ത് ചെന്നിട്ട് പറയാണ്, തോമസ് എന്നെ ചീറ്റ് ചെയ്യാണ്. അപ്പോൾ എൽക്ക ചോദിക്കുന്നുണ്ട്, ഇനി എന്താ നീ ചെയ്യാൻ പോണത്? മഗധ പറയും, തൽക്കാലം എനിക്ക് ആ സെനറ്ററുടെ വീട്ടിൽ പോകണം, അവിടുത്തെ പട്ടിയെ നോക്കാം, ബാക്കി കാര്യം പിന്നെ തീരുമാനിക്കാം. മഗധ അവിടെ ചെല്ലുമ്പോൾ മുറ്റത്ത് തന്നെ ഫോളോ ചെയ്യാറുള്ള കാറ് പോലത്തെ ഒരെണ്ണം കാണാണ്. അപ്പം അകത്ത് സെലിഗയുടെ ഭാര്യയും സെലൻസ്കിയും തമ്മിൽ സംസാരിക്കണത് കേൾക്കാണ്. സെലൻസ്കി സെനറ്ററിൻ്റെ ഭാര്യയോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ക്യാമ്പയിനിങ്ങിന് വേണ്ടി തന്ന എൻ്റെ പൈസ എവിടെയാണ്, അതെപ്പോൾ തിരിച്ചു തരും? അപ്പോൾ അവർ പറയുന്നുണ്ട്, അത് നിങ്ങൾ തമ്മിലുള്ള ബിസിനസ് അല്ലേ, എനിക്കതൊന്നും അറിയില്ല. അപ്പോൾ അയാൾ കളിയാക്കുന്നുണ്ട്, ഈ വീട്ടിൽ നീ അറിയാതെ ഒരു കാര്യവും നടക്കില്ല. അപ്പോൾ ആ ലേഡി പറയുന്നുണ്ട്, ഈ പ്രശ്നത്തിനെല്ലാം കാരണം നിങ്ങളാണ്. ആ പെണ്ണിനെ സെലിഗുമായി പരിചയപ്പെടുത്തി കൊടുത്തത് നിങ്ങളാണ്. അതുമാത്രമല്ല, രണ്ടുപേരും ഇഷ്ടത്തിലാവുകയും അവൾ സെലിഗയുടെ കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആവുകയും ചെയ്തു. ഇതൊക്കെ കണ്ട് ഞാൻ വെറുതെ ഇരിക്കണോ? രണ്ടുപേരും കൈയോടെ പിടിക്കാൻ നോക്കിയിരിക്കായിരുന്നു. അന്ന് മനഃപൂർവ്വമാണ് ദൂരേക്ക് പോകണമെന്നും പറഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് പോയത്. അന്ന് നടന്ന സംഭവം അപ്പോൾ നമ്മളെ കാണിക്കാണ്. സെലിഗ മരുന്ന് മേടിക്കാൻ പുറത്ത് പോയപ്പോൾ ഇവർ തിരിച്ചു വന്നിരുന്നു. വെറോണിക്ക ഇവരും തമ്മിൽ വഴക്കുണ്ടാകും. വെറോണിക്കയെ പിടിച്ച് ഇവർ ഉന്തും. അപ്പോൾ സ്റ്റെയറിൽ നിന്ന് താഴേക്ക് വീണ് തലയിടിച്ചാണ് മരിക്കണത്. അപ്പോൾ സെറൻസ്കി പറയും, നിന്റെ ഭർത്താവ് മണ്ടനായതുകൊണ്ടാണ് അവൾ സ്ലിപ്പായി വീണതെന്ന് വിചാരിച്ചേ. അന്ന് ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ നീ അയാളെയും കൊന്നേനെ. ഇതെല്ലാം കേട്ട് ഷോക്കായി നിൽക്കാണ് മഗധ. അത് കഴിഞ്ഞ് അവർ പറയും, അത് കഴിയുമ്പോഴേക്കും അടുത്ത ആൾ വന്നു, ജോയാന. അവളാണെങ്കിൽ സെലിഗനെ ബ്ലാക്ക് മെയിൽ ചെയ്യായിരുന്നു. അപ്പം അന്ന് പാർട്ടിയുടെ ഇടയിൽ നടന്ന സംഭവം നമ്മളെ കാണിക്കാണ്. ജോയാന സെലിഗയുടെ അടുത്ത് ഒച്ച വയ്ക്കുന്നുണ്ട്, വെറോണിക്ക എവിടെയാണ്, ഇതെല്ലാം ഞാൻ എല്ലാവരോടും പറയുന്നും പറഞ്ഞ്. അപ്പോഴാണ് ആ ബോയ് ഫ്രണ്ട് വന്ന് അവളെ വിളിച്ചുകൊണ്ട് പോണത്. അന്ന് പാർട്ടി കഴിഞ്ഞ് ബഹളമുണ്ടാക്കി പോയതിനു ശേഷം ജോയാനെ പാർക്കിൽ വെച്ച് കുത്തിക്കൊന്നതും ഈ സെലിഗയുടെ ഭാര്യയാണ്. സെറൻസ്കി അന്നത്തെ കേസൊക്കെ മാച്ച് കളയാൻ ഇവരെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്, എൻ്റെ പൈസ എവിടെയാണ്? അപ്പോഴാണ് മഗധയുടെ ഫോൺ അടിക്കുന്നത്. അപ്പോൾ ഇവർ മഗധേനെ കാണും. മഗധ അവിടെ നിന്ന് ഓടാണ്. പുറകെ ഇവർ ഓടും. ഓടി ഓടി റോഡിലെത്തുമ്പോൾ അവിടെ ഒരു ആൾക്കൂട്ടം. നോക്കുമ്പോൾ ഇന്നാണ് ഖത്തറിലെ ഷെയ്ഖ് വന്നിരിക്കുന്നത്. അപ്പം അതിൻ്റെ റോഡ് ഷോയാണ്. മഗധ ഓടി ഷെയ്ഖിൻ്റെ കാറിൽ കയറാണ്. ഷെയ്ഖിനെ നോക്കുമ്പോൾ എവിടെയോ കണ്ട് നല്ല പരിചയം. ശരിക്കും നോക്കുമ്പോൾ അത് ആ റോബോട്ട് തന്നെയായിരിക്കും, താടിയും ആ ഡ്രസ്സൊക്കെ ഇട്ട്. അപ്പം അയാൾ പറയും, കുറേ നാളായിട്ട് ബിസിനസ്സൊന്നുമില്ല. നിങ്ങൾ വിചാരിക്കണ പോലെ ഞാൻ വലിയ സൈക്കാട്രിക് ഹീലറൊന്നും അല്ല. ഈ ഷെയ്ഖിൻ്റെ പേരും പറഞ്ഞ് ഒന്ന് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ നോക്കിയതാ. അന്ന് നീ വന്ന് കൂട്ടുകാരെ രക്ഷിക്കാൻ പറഞ്ഞപ്പോൾ എന്നെക്കൊണ്ട് അത് സാധിക്കില്ലായിരുന്നു. അതാ ചെയ്യാൻ ഞാൻ, അല്ലാതെ പൈസയുടെ പേരിലൊന്നുമല്ല. അപ്പം ഈ രഹസ്യം ആരോടും പറയരുതെന്ന് മഗധോട് പറയും. അപ്പം മഗധ പറയുന്നുണ്ട്, ആരാ പറഞ്ഞ് നിങ്ങൾക്ക് കഴിവില്ല എന്ന്? നിങ്ങൾ കാരണമല്ലേ ആ ബോഡി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയേ. മഗധ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും അവർ വന്ന് പിടിച്ചുകൊണ്ട് പോവാണ്. ഇതിനിടയിൽ എമർജൻസി നമ്പർ വിളിക്കുന്നുണ്ട്. അപ്പോൾ ജെയ്സണും ഡോക്ടറും ഇവിടേക്കും വരെയാണ് മഗധയുടെ അടുത്തേക്ക്. ഇവർ മഗധയെ പിടിച്ചുകൊണ്ട് പോയിട്ട് പട്ടിക്കൂട്ടിലിടാണ്. അപ്പോഴേക്കും ഡോക്ടറും ജെയ്സണും അവിടെ എത്തും. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, പേടിക്കൊന്നും വേണ്ട, റിലാക്സ് ആയിട്ടൊക്കെ ഇരിക്കാൻ. പക്ഷെ പട്ടി ഒന്നും ചെയ്യില്ല. അത് കഴിഞ്ഞ് ഇവരെ രണ്ടുപേരെയും പോലീസ് അറസ്റ്റ് ചെയ്യാണ്, സെറൻസ്കിയും സെലിഗയുടെ ഭാര്യേനെയും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ജെയ്സൺ മഗധനെ വീട്ടിൽ കൊണ്ടുവന്ന് വിടാണ്. എന്നിട്ട് ചോദിക്കും, നീ ഓക്കെ അല്ലേ, അകത്തേക്ക് ഞാനും കൂടി വരണോ? അപ്പോൾ മഗധ പറയും, വേണ്ട, ഇത് ഞാൻ തന്നെ ഡീൽ ചെയ്തോളാം. അത് കഴിഞ്ഞ് കാണിക്കുന്നത് തോമസ് വീട്ടിലേക്ക് വരുമ്പോൾ ഒരു സൂട്ട് കേസൊക്കെ അവിടെ പാക്ക് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ മഗധ അവിടെ ഇരിപ്പുണ്ട്. ചെന്ന് ചോദിക്കും, നീ എവിടേക്കാണ് പോണത്? അപ്പം മഗധ പറയും, ഞാനല്ല, നിങ്ങളാണ് പോണത്. നമുക്കിതിവിടെ മതിയാക്കാം, എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. നിങ്ങൾ സൂസിയുടെ അടുത്തേക്ക് തന്നെ പൊക്കോളൂ. ഇപ്പം എന്തായാലും സെറൻസ്കിനെ പോലീസ് അറസ്റ്റ് ചെയ്തല്ലോ, അവരും ഒറ്റയ്ക്കല്ലേ. അപ്പം അയാൾ അത് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറയാൻ ശ്രമിക്കുമെങ്കിലും മഗധ സമ്മതിക്കില്ല. പിന്നെ കാണിക്കുന്നത് മഗധ സ്വന്തം ലൈഫ് ഇഷ്ടത്തിന് ജീവിക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അടുത്ത മൂവിയായിട്ട് വേറെ വീഡിയോ കാണാം.